യൂറോപ്പിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എവിടെയാണെന്നറിയോ? UK-യിൽ ബർമിംഗ്ഹാമിൽ സ്ഥിതി ചെയ്യുന്ന ബാലാജി ടെമ്പിളാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത്. വലിയൊരു മഹാക്ഷേത്രമാണ് ഇവിടെ. ഈ മഹാക്ഷേത്രത്തിലേക്ക് ഇന്നൊരു ദിവസം വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ സന്തോഷം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ന്യൂപോർട്ട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വെയിൽസ് ഹിന്ദു കൂട്ടായ്മ, ഞാൻ കൂടി അംഗമായ വെയിൽസ് ഹിന്ദു കൂട്ടായ്മയിലെ ഒരു ചെറിയ സംഘം ഇന്ന് ബർമിംഗ്ഹാമിലെ ഈ ബാലാജി ടെമ്പിൾ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകളെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ തനത് വാസ്തുശില്പങ്ങൾ നിറഞ്ഞ മഹാക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഭാരതം. പ്രൗഢി കൊണ്ടും സമ്പത്ത് കൊണ്ടും അക്കൂട്ടത്തിൽ പ്രഥമ സ്ഥാനമാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം. തിരുപ്പതി ക്ഷേത്ര മാതൃകയിൽ UK-യിലെ ബർമിംഗ്ഹാമിൽ പണികഴിപ്പിച്ച മഹാക്ഷേത്ര സമുച്ചയമാണ് ബാലാജി ടെമ്പിൾ. യൂണിറ്റി ഈസ് ഡിവൈനിറ്റി, അഥവാ ഐക്യമാണ് ദിവ്യത്വം എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആപ്തവാക്യം. അതുകൊണ്ട് തന്നെ ബാലാജി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് 7 പ്രധാന മതവിശ്വാസങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഫെയ്ത്ത് ഹിൽസുകളാണ്. തിരുപ്പതി ക്ഷേത്രത്തിലെ 7 കൊടുമുടികളെ പ്രതിനിധീകരിക്കുന്നതാണ് ഇവിടുത്തെ ഫെയ്ത്ത് ഹിൽസുകൾ. ബഹുസ്വര സമൂഹത്തെയും സംസ്കാരത്തെയും അവരുടെ മതവിശ്വാസങ്ങളെയും എല്ലാം തങ്ങളുടെ മണ്ണിലും സ്വാഗതം ചെയ്യുന്ന UK-യിൽ ഇവിടുത്തെ പ്രധാന മതങ്ങളായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കാനും അവരുടെ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും വേണ്ടിയിട്ടാണ് ഫെയ്ത്ത് ഹിൽസ് ഈ ക്ഷേത്രത്തിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. ബർമിംഗ്ഹാമിലെ ബാലാജി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇവിടുത്തെ രഥോത്സവം. തടിയിലും ലോഹത്തിലും നിർമ്മിച്ച കൂറ്റൻ രഥം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങിലാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചില ചരിത്ര വശങ്ങളിലേക്ക് പോകാം. 1970-കളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. എന്നാൽ 1998-ലാണ് പൂർണ്ണമായ ഒരു ക്ഷേത്രം എന്ന നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ ക്ഷേത്ര സമുച്ചയം ഡിസൈൻ ചെയ്തത് ഇന്ത്യൻ ആർക്കിടെക്ചറൽ റിസർച്ച് ഫെലോ ആയിരുന്ന പ്രൊഫസർ ആദം ഹാർലി ആയിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലെ വാസ്തുശില്പ മാതൃകയിൽ കിഴക്ക് ദർശനത്തോടുകൂടി ഈ ക്ഷേത്ര സമുച്ചയവും എതിർവശത്ത് മുഖാമുഖമായി സ്ഥാപിച്ച രാജഗോപുരവും ഇന്ന് കാണുന്ന രീതിയിൽ പൂർണ്ണമായും പണി കഴിപ്പിച്ചത് 2006-ലായിരുന്നു. ബാലാജി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന പുഷ്കരണി എന്ന താമരക്കുളം. ആദിശേഷ എന്ന സർപ്പത്തിനു മുകളിൽ അനന്തശയന ഭാവത്തിലുള്ള ശ്രീപത്മനാഭന്റെ പ്രതിമയും തൊട്ടുചേർന്ന് പത്മാവതി ദേവിയുടെ ഒരു പ്രതിമയും നമുക്ക് ഈ താമരക്കുളത്തിൽ കാണാൻ കഴിയും. താമരകൾ നിറഞ്ഞ് വാട്ടർ ഫൗണ്ടനോട് പ്രവർത്തിക്കുന്ന പുഷ്കരണിയുടെ രാത്രികാല കാഴ്ചകൾ അതിമനോഹരമാണ്. ഇപ്പോൾ ഇവിടെ വാട്ടർ ഫൗണ്ടന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ പുഷ്കരണിയുടെ പൂർണ്ണമായ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. മഹാവിഷ്ണുവിന്റെ അവതാര പിറവിയിലൊന്നായ ബാലാജി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെയും ഗണപതിയുടെയും ഹനുമാന്റെയും ഉപക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നവഗ്രഹ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ ഷിർദി ബാബയുടെ ഒരു പ്രാർത്ഥനാ മന്ദിരവും സ്ഥിതി ചെയ്യുന്നു. ബാലാജി ടെമ്പിൾ പരിസരത്ത് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ക്ഷേത്രത്തിൽ എത്തിയ പ്രതീതിയാണ്. പഞ്ചാബും സിന്ധും ഗുജറാത്തും മഹാരാഷ്ട്രയും തുടങ്ങി ആന്ധ്രയും കർണാടകയും തമിഴ്നാടും കേരളവും ഒക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലെ വർത്തിക്കുന്ന ഒരു കൊച്ചു ഭാരതത്തിന്റെ ചെറിയൊരു പകർപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് UK-യിലാണോ എന്നുള്ള ഒരു സംശയം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉത്കൃഷ്ടമായ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ ക്ഷേത്രത്തെയും ക്ഷേത്ര പരിസരത്തെയും ഇവിടെ വരുന്നവർക്ക് വേറിട്ടൊരു അനുഭവമായി മാറ്റുന്നത്. വൃശ്ചിക മാസങ്ങളിൽ അയ്യപ്പൻ വിളക്കും ആഘോഷങ്ങളും നടക്കുന്ന ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ ചടങ്ങുകളും എല്ലാ വർഷവും നടത്താറുണ്ട്. ബാലാജി ക്ഷേത്ര പരിസരത്തെ മറ്റൊരു നിർമ്മിതിയാണ് വൃത്താകൃതിയിലുള്ള ഗാന്ധി പീസ് സെന്റർ.
മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും കാലത്തെയും കുറിച്ചുള്ള ഒരു പ്രദർശന മ്യൂസിയമാണിത്. മാത്രമല്ല യോഗ, ധ്യാനം എന്നിവ പരിശീലിപ്പിക്കാനും ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ഒരു പഠന കേന്ദ്രവും ഒക്കെ ഉൾപ്പെടുത്തിയ ഈ സെന്റർ സ്ഥാപിച്ചത് 2018-ലാണ്. വിഷ്ണു സ്വരൂപമായ ബാലാജിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് തുളസി തൈകൾ വാങ്ങാൻ കഴിയും. ലക്ഷ്മി ദേവിയുടെ അവതാരമായാണ് ഇവിടെ ഈ പുണ്യസസ്യത്തെ നോക്കിക്കാണുന്നത്. ബാലാജി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ദർശനം രാവിലെ 9 മണിക്ക് ആരംഭിക്കും. രാവിലെ 9-ന് നട തുറക്കുന്ന ക്ഷേത്രം ഉച്ചയ്ക്ക് 1:30 അടയ്ക്കും. വൈകുന്നേരം 4:30 വീണ്ടും തുറന്ന് രാത്രി സന്ധ്യാദീപാരാധന കഴിഞ്ഞ് 8:30 അടയ്ക്കും. വിശേഷ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമെല്ലാം ദർശനത്തിന് സമയദൈർഘ്യവും ഉണ്ടായിരിക്കും. ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഉൾപ്പെടെയുള്ള വിവിധ പൂജകളും വഴിപാടുകളും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ആ വലിയ ലഡ്ഡു നമുക്കിവിടെ പ്രസാദമായി കൗണ്ടറിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഇതാണ് ബാലാജി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യയിലാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്നതാണ് ഈ ആൾക്കൂട്ടം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസികളാണ് ഈ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത്. അന്നദാനം മഹാദാനം എന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തർ ആരും തന്നെയും ഭക്ഷണം കഴിക്കാതെ മടങ്ങരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ അന്നദാന മണ്ഡപം പ്രവർത്തിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ ആരംഭിക്കുന്ന അന്നദാനം വൈകുന്നേരം വരെ ഇവിടെ ലഭ്യമാണ്. തികച്ചും സൗത്ത് ഇന്ത്യൻ ശൈലിയിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇവിടെ ഓരോ ദിവസവും വരുന്നവരുടെ വിശപ്പടക്കാൻ ഒരുക്കിയിരിക്കുന്നത്. അന്നദാന മണ്ഡപത്തിലെ തിക്കും തിരക്കും ക്ഷമാപൂർവ്വം നിയന്ത്രിച്ച് കടത്തിവിടാൻ ഇവിടെ വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ പലരും വേതനം പോലും വാങ്ങാതെ പകരം ഇതൊരു ദൈവിക സേവനമായാണ് കാണുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള പരികർമ്മികളും വോളണ്ടിയർമാരുമാണ് കൂടുതലും ഈ ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്നത്. UK-യിൽ വോളണ്ടറി സർവീസിന് നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ ക്യൂൻസ് അവാർഡ് 2021-ൽ ഇവിടുത്തെ വോളണ്ടറി ഗ്രൂപ്പിന് ലഭിച്ചു. ബാലാജി ക്ഷേത്രത്തിനോട് ചേർന്നാണ് ബുദ്ധക്ഷേത്ര മാതൃകയിൽ കമ്മ്യൂണിറ്റി സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത്. കൈകൊണ്ട് മാർബിളിൽ കൊത്തിയെടുത്ത ക്ഷേത്ര ശില്പങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ സെന്ററിൽ പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും വിവാഹങ്ങളും നടത്തുന്നു. ഹലോ, ഞാൻ പ്രശാന്ത്. ഞങ്ങളിപ്പോൾ വെയിൽസ് ഹിന്ദു കൂട്ടായ്മയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ബർമിംഗ്ഹാമിലെ ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിളിൽ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ആൾക്കാർ നമ്മുടെ നാട്ടിൽ എന്നും അമ്പലത്തിലൊക്കെ പോകുന്ന നമുക്ക് ഇത്രയും ദൂരം, നമ്മുടെ അവിടെ നിന്ന് ഇത്രയും ദൂരമുണ്ട്, ഇത്രയും ദൂരം വന്ന് ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയത് വലിയ കാര്യമാണ്. അതുകൂടാതെ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, ഗണപതിയുടെയും ശിവൻ്റെയൊക്കെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് തൊഴുകയും അർച്ചന കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ എല്ലാവരും വെയിൽസ് ഹിന്ദു കൂട്ടായ്മയുടെ കീഴിൽ ഈ ബാലാജി ടെമ്പിൾ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അതീവ തൃപ്തരാണ്. വളരെ ചൈതന്യപൂർണ്ണമായിരുന്നു. എല്ലാ പ്രാവശ്യം വരുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇത് വളരെ ഐശ്വര്യമായിരുന്നു. വളരെ സന്തോഷം എല്ലാവരും ഒത്ത് വരുന്നതിൽ. പിന്നെ ബാലാജി ടെമ്പിളിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ അമ്പലങ്ങളും ഉണ്ട്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻസിന് വന്നാൽ നന്നായിട്ട് തൊഴാൻ പറ്റും. അവിടെ ശിവനും ഗണപതിയും എല്ലാം ഉണ്ട്, അയ്യപ്പൻ എല്ലാം ഉണ്ട്. പിന്നെ മണ്ഡലകാലത്ത് അയ്യപ്പൻ്റെ പൂജ എല്ലാം ഉണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. നല്ലൊരു അമ്പലമാണ്. അതെ, അടുത്ത പ്രാവശ്യം കൂടുതൽ ആൾക്കാർ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വരണം. അപ്പോൾ അടിപൊളിയാക്കണം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഏറെ പേര്. അതിപ്പോൾ തീർത്ഥയാത്ര ആണെങ്കിലും വിനോദയാത്രയാണെങ്കിലും തിരക്കേറിയ ഈ ജീവിതത്തിൽ ഓരോ യാത്രയും സമ്മാനിക്കുന്ന മനോഹര നിമിഷങ്ങൾ പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള വലിയൊരു ഊർജമാണ് സമ്മാനിക്കുന്നത്. എൻ്റെ പേര് ജനീഷൻ. ഇന്ന് ഞങ്ങൾ നമ്മുടെ വെയിൽസ് ഹിന്ദു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് നമ്മുടെ ബർമിംഗ്ഹാം ബാലാജി ടെമ്പിൾ വിസിറ്റ് ചെയ്യേണ്ടായി. അസാധ്യമായ തിരക്കാരുണ്ട്. ഏകദേശം ഒരു 10-15,000 പേർക്ക് മേലെ ഇന്ന് ഈ ടെമ്പിളിലുണ്ടായിരുന്നു. എല്ലാവരും കയറി തൊഴുതു. സൂപ്പറായിരുന്നു. അപ്പോൾ കഴിവതും നമ്മുടെ എല്ലാ മാസങ്ങളിലും നമുക്കിങ്ങനെ വരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് എല്ലാവർക്കും. കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ്.
തീർച്ചയായും ബെർമിഹാമിലെ ബാലാജി ക്ഷേത്രം അത്തരം പോസിറ്റീവ് എനർജി പകരുന്ന ഒരു ദൈവ ഇടമാണ്. ഇന്ന് ഈ ക്ഷേത്രം സന്ദർശിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെയും അത്തരം ഒരു എനർജി കിട്ടി എന്നുള്ളതാണ് വാസ്തവം. ജാതിയും മതവും ഭാഷയും രാജ്യവും ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ ആർക്കും എപ്പോഴും സന്ദർശിക്കാം. ഒരു ക്ഷേത്രം എന്നതിലുപരി ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ഒരു പഠന കേന്ദ്രം കൂടിയാണ് ബാലാജി ടെമ്പിൾ. ബാലാജി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. യാത്രകൾ തുടരുകയാണ്. വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.